ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അഗ്രിമാസ് വേൾഡ്. സോ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ്സിലെ ടോപ്പിക്കാണ് ടില്ലേജ്. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കാണ് ടില്ലേജ്. സോ വാട്ട് ഡു യു മീൻ ബൈ ടില്ലേജ്? Tillage is mechanical manipulation of soil. Mechanical manipulation of soil. Or സിംപ്ലി നമുക്ക് എന്ത് പറയാം? ടില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിപ്പാടം, എസ്പെഷ്യലി നമുക്ക് ഏത് കേസ് പറയാം? നെൽകൃഷി ചെയ്യുമ്പോൾ നമുക്കറിയാം, പാടം നമ്മൾ നെൽകൃഷിക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഉഴുതുമറിക്കും അല്ലേ? അതിനെ പറയുന്നതാണ് ടില്ലേജ് ഓർ ടില്ലിങ്. സോ വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ടില്ലിങ് എ ലാൻഡ്? ടു ബ്രേക്ക് അപ്പ് the compact soil. The main purpose of tilling is to break up the compact soil. Okay, or to break the hard soil surface. To break the hard surface. ഞാനിവിടെ നോട്ടൊന്നും തരുന്നില്ല, റണ്ണിങ് ക്ലാസ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ഒരു പേപ്പറോ നോട്ടോ എടുക്കുക, ഒന്ന് സ്ക്രിബിൾ ചെയ്ത് പോവുക. ഓക്കെ, നോട്ട് ആവശ്യമാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് ദി നോട്ട്സ് ഓഫ് ദീസ് കണ്ടൻറ്റ്. ഇനി ടില്ലേജ് നമ്മൾ മെയിൻലി മെക്കാനിക്കൽ മാനിപ്പുലേഷൻ ഓഫ് സോയിലാണെന്ന് പറഞ്ഞു, ബ്രേക്കിംഗ് അപ്പ് ഓഫ് കോമ്പാക്റ്റ് ആൻഡ് ഹാർഡ് സോയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ദ സോയിൽ മാസ് വിൽ ഗെറ്റ് ലൂസൻഡ്. ഇതാണ് നമ്മൾ മെയിൻലി ടില്ലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കൂടാതെ വാട്ട് ആർ ദ അഡീഷണൽ ബെനിഫിറ്റ്സ് വാട്ട് വി ഗെറ്റ് ഫ്രം ടില്ലിങ് ദ സോയിൽ? That will be, the soil will be free from weeds, വൈൽഡ് ഗ്രാസസ് ഒന്നും ഉണ്ടാവില്ല, വീഡ്സ് ഒന്നും ഉണ്ടാവില്ല. അതെല്ലാം മണ്ണിൻ്റെ അടിയിലേക്ക് ടില്ല് ചെയ്യുമ്പോൾ പോവും, അതിൻ്റെ അകത്തെ ഡീകമ്പോസ് ചെയ്ത് വളമായി മാറിക്കോളും. അഗെയിൻ ദിസ് ടില്ലിങ് വിൽ എയറേറ്റ് ദ സോയിൽ. ടില്ലിങ് ചെയ്യുമ്പോൾ ഹാർഡ് കോമ്പാക്ട് സോയിൽ ബ്രേക്ക് ചെയ്യും, ലൂസൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വോയിഡ് റേഷ്യോസ് കൂടും, പോറോസിറ്റി ഇൻക്രീസ് ചെയ്യും, എയറേഷൻ സംഭവിക്കും, വോയിഡ്സിലെല്ലാം എയർ ഫിൽ ചെയ്യിക്കോളും. സോ ഹിയർ ബൈ അഗെയിൻ വൺസ് യു ആൾട്ടർ ദ soil, you will be creating micro undulations on the surface. As you see in the figure, you can see the micro undulations over here. So this will again reduce the soil erosion. The soil will not erode much. Okay, again as these undulations are there, initial whatever the rain comes, we can hold it more. So the water holding capacity of the soil will be more. As the spore space is more, the water holding capacity also will be more. വെള്ളം അധികം സൂക്ഷിക്കാൻ പറ്റും. അതേസമയം നമുക്ക് എങ്ങനെയാണോ ഇൻഫിൽട്രേഷൻ വേണ്ടത്, ഏത് രീതിയിലാണോ ഇൻഫിൽട്രേഷൻ വേണ്ടത്, ആ രീതിയിൽ പ്രോപ്പർ ഇൻഫിൽട്രേഷൻ നടക്കും. ഇനി എഗെയിൻ നമ്മളിങ്ങനെ ഉഴുതുമറിക്കുമ്പോൾ നമുക്ക് ഈവൻ ഇഫ് യു വോണ്ട് ടു ആഡ് സം മാനുവർ, കൗ ഡങ് ഓർ സം ഫെർട്ടിലൈസർ, വി ക്യാൻ ഡു അഗെയിൻ ത്രൂ ദിസ് ടില്ലിങ് ഇറ്റ്സെൽഫ്. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെയാണ് ഒരു ടില്ലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്. Now what are the different types of conventional tillage? Mainly tillage is different, classified into two: primary tillage and secondary tillage. Primary is the first one and secondary is the second. Primary is tillage and secondary tillage. So primary tillage means whatever the initial working operation that we do on the soil. ഒരു പാടം ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആദ്യത്തെ ഉഴുതൽ മറിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ടില്ലേജ്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് തരിശായി കിടക്കുന്ന ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു കൃഷി കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്തേക്കാണ് നമ്മളവിടെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാകും, ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാകും, അത് നല്ല കോമ്പാക്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന ടില്ലേജിനെയാണ് നമ്മൾ പ്രൈമറി ടില്ലേജ് എന്ന് പറയുന്നത്. സിംപ്ലി പ്രൈമറി ടില്ലേജ് എന്ന് പറയുന്നത്. Okay, so it reduces the strength and compaction of the soil, and again whatever the surface residues are there on the soil കിടക്കുന്ന എന്തെങ്കിലും പ്ലാന്റ് റെസിഡ്യൂ, വെജിറ്റേറിയൻ ഡെബ്രിസ് അല്ലെങ്കിൽ മാനുവേഴ്സ് എല്ലാം എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തേക്ക് പോകും. സോ ഇറ്റ് വിൽ കവർ ദ എൻ്റയർ സർഫസ്. ആ ഉഴുതുമറിക്കലിൽ ഒന്ന് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ പോകും. ഇത് ഇനീഷ്യൽ ബേസിക് പ്രിപ്പറേഷൻ ഓഫ് ദ സോയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കൃഷി ഇറക്കുമ്പോഴേക്കും ആകെ കൂടി ഒരു തവണ മാത്രം ചെയ്യുന്ന ടില്ലിങ്ങിനെയാണ് നമ്മൾ പ്രൈമറി ടില്ലിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് 10 to നോക്കണേ, ഇതാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മെയിൻ പോയിൻ്റ് ഇത് മാത്രമാണ്. 10 to 90 centimeter ഡെപ്തിലായിരിക്കും നമ്മളിത് ഉഴുതുമറിക്കുക. സോ ദ ഡെപ്ത് ഓഫ് ടില്ലിംഗ് വിൽ ബി 10
to 90 സെൻറ്റിമീറ്റർ അത്രമാത്രം ചെയ്യുന്ന ഒരു പ്രൈമറി ടില്ലിംഗ് ആണിത്. അപ്പോൾ ഇതിന് വേണ്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇംപ്ലിമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യും. നമ്മളതിനെ പ്രൈമറി ടില്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ സാധാരണ പണ്ട് കാളകളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ പ്ലോസിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിജിനിയസ് ദേശി പ്ലോസ്. ഇന്നത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ വളരെ അപൂർവ ആൾക്കാർ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. ഇൻഡിജീനിയസ് പ്ലോ എന്ന് പറയും, അല്ലെങ്കിൽ ദേശി പ്ലോ എന്ന് പറയും. ഓക്കെ, ഇതുകൊണ്ട് ഒരുപാട് നേരം അധികം എടുക്കേണ്ടി വരും നമ്മൾ ചെയ്യുക. ഇത് അനിമൽ പവർ യൂസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. എ പെയർ ഓഫ് ബുള്ളക്സ് യു ഹാവ് ടു യൂസ്. സോ യൂസിങ് ദ പെയർ ഓഫ് ബുള്ളക്സ് മീൻസ് യു ഹാവ് ടു യൂസ് 1 HP പവർ. നമുക്ക് പവേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ഹ്യൂമൻസ്, അഗെയിൻ അനിമൽസ്, മെഷീൻസ്, അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. സോ ദ ഫസ്റ്റ് ബേസിക് ഇംപ്ലിമെൻറ്റ് യൂസ്ഡ് ഫോർ പ്രൈമറി ടില്ലിംഗ് ഈസ് ഇൻഡിജിനിയസ് പ്ലോ. അതുകൂടാതെ നമ്മൾ മെക്കനൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ മൗൾഡ് പ്ലോ യൂസ് ചെയ്യും. ഇത് അനിമൽസ് യൂസ് ചെയ്തിട്ടും നമ്മൾ യൂസ് ചെയ്യും. അതല്ലാതെ ട്രാക്ടറിൻ്റെ ബാക്കിൽ ഹിച്ച് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് രീതി. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഈ മൗൾഡ് പ്ലോ എന്ന് പറയുന്ന സാധനം ട്രാക്ടറിൻ്റെ ബാക്കിൽ ഹിച്ച് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ക് പ്ലോ. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ഡിസ്ക് പ്ലോ ആണ്. അത് ട്രാക്ടർ മൗണ്ടഡ് ഡിസ്ക് പ്ലോ ആണ്. നിങ്ങൾക്ക് കാണാം, അത് ഹിച്ച് ചെയ്തിട്ടുണ്ട്. 3 ലിങ്ക് യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റോയിൽ 3 എണ്ണം, അടുത്ത റോയിൽ സിഗ്സാഗ് മാനറിൽ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോർഷനും ടില്ല് ചെയ്യുന്ന രീതിയിൽ സിഗ്സാഗ് മാനറിലാണ് ഡിസ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഡിസ്ക് പ്ലോ. അതല്ലാതെ നെക്സ്റ്റ് ചിസൽ പ്ലോ ഉണ്ട്. നിങ്ങളിതെല്ലാം ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ ഫിഗേഴ്സ് കാണാൻ പറ്റും. ചിസൽ പ്ലോ, റോട്ടറി പ്ലോസ്, ദെൻ സബ് സോയിലർ. ഇത്രയാണ് പ്രൈമറി ടില്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ്. ഇനി ഈ പ്രൈമറി ടില്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ് കമ്പയർഡ് ടു സെക്കൻഡറി ടില്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ്, നമുക്ക് 2 ടില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞ് പ്രൈമറി ടില്ലിംഗ് ആൻഡ് സെക്കൻഡറി ടില്ലിംഗ്. അപ്പോൾ പ്രൈമറി ടില്ലിംഗ് ഇംപ്ലിമെൻറ്റ്സ് വിൽ ബി ഓൾവേസ് ഹെവിയർ. സോ ഹെവിയർ ആണെങ്കിൽ ഈ ഹാർഡ് സോയിൽ സർഫസ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദ സൈസ് ഓഫ് ദിസ് ഇംപ്ലിമെൻറ്റ് വിൽ ബി സ്മോളർ ഇൻ കമ്പാരിസൺ വിത്ത് secondary tillage, smaller in size. Okay, and again this require more time and energy compared to secondary tilling implements per unit area. Okay, so this is heavier implement, smaller in size, and requires more time and energy per യൂണിറ്റ് ഏരിയ. അപ്പോൾ ഒരു പ്രൈമറി ടില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വർക്കിംഗ് ഓപ്പറേഷൻ ഓഫ് എ ഫീൽഡ്. നമ്മൾ ആദ്യത്തെ ഉഴുതുമറിക്കലിനാണ് പ്രൈമറി ടില്ലേജ് എന്ന് പറയുന്നത്. ഇറ്റ് റെഡ്യൂസ് ദ സ്ട്രെങ്ത് ആൻഡ് കോമ്പാക്ഷൻ ഓഫ് സോയിൽ. ഇറ്റ് കവർ ദ സർഫസ് വാട്ട് ഓഫ് ദ വെജിറ്റേറ്റീവ് ഡെബ്രിസ് ഈസ് ഓവർ ദെയർ ഓൺ ദ സർഫസ്. ഇറ്റ് ഈസ് പെർഫോംഡ് ഓൺലി വൺസ് ഡ്യൂറിങ് ദി എൻറ്റയർ സീഡ് ബെഡ് പ്രിപ്പറേഷൻ. ഒരു തവണ മാത്രം ചെയ്യുന്നതാണ്. ആൻഡ് വി വിൽ ഡു ഇറ്റ് അപ് ടു എ ഡെപ്ത് ഓഫ് 10 to 90 സെൻറ്റിമീറ്റർ. And these are the implements which we use for the primary tilling purpose: indigenous plow, MB plow, disc plow, chisel plow, rotary plow, and secondary tillage. Here we do move light and finer operations. Secondary tillage laanengil more light and ഫൈനർ ഓപ്പറേഷൻസ്, അതായത് ഫസ്റ്റ് ജസ്റ്റ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ലാർജ് ക്ലോഡ്സ് ആയിട്ടാണ് പ്രൈമറി ടില്ലേജിൽ ചെയ്യുന്നത്. അതിനെ ഒന്നും കൂടി ഫൈനറാക്കി, ലൈറ്ററാക്കി, ചെറിയ ചെറിയ ക്ലോഡ്സ് ആക്കി മാറ്റുന്നത്, ചെറിയ ചെറിയ കട്ടകളാക്കി മാറ്റി, ചെറിയ ചെറിയ പൊടികളാക്കി മാറ്റി, അത് ആ രീതിയിലേക്ക് ടില്ല് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ടില്ലേജ് എന്ന് പറയുക. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോപ്പർ സോയിൽ ടിൽത്ത് ക്രിയേറ്റ് ചെയ്യും. വി വിൽ ക്രിയേറ്റ് പ്രോപ്പർ സോയിൽ ടിൽത്ത് ടു ദിസ് യൂസിങ് ദിസ് ഫൈനർ ഓപ്പറേഷൻ. ഇനി റെഡ്യൂസ് ദ ക്ലോഡ് സൈസ് എന്ന് പറഞ്ഞു. അഗെയിൻ ഇറ്റ് ഡിസ്ട്രോയ്സ് മോർ വീഡ്സ് ആൻഡ് ഗ്രാസസ്. നന്നായിട്ട് ഉഴുതു മറിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഉള്ളതെല്ലാം എന്തെങ്കിലും ചെറിയൊരു വീടോ ഗ്രാസോ ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകും. ആൻഡ് ഇറ്റ് കീപ്സ് ഓൾമോസ്റ്റ് ദ സർഫസ് ലെവൽ. നേരത്തെ പോലെ ലാർജ് ക്ലോഡ്സ് അല്ല, ചെറിയ ക്ലോഡ്സ് ആക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാടം, നമ്മൾ ഉഴുതു മറിക്കുന്ന പാടം കംപ്ലീറ്റ്ലി ലെവൽ സർഫസ് ആയിട്ട് മാറും. ഒരു സീഡ് ബെഡ് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന രീതിയിലേക്ക് ഇത് ഡെവലപ്പായി വരും. Now what are the implements what we use in this case? ഈ കേസിൽ യൂസ് ചെയ്യുന്നത് ഹാരോസ്, കൾട്ടിവേറ്റേഴ്സ്, ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഓരോരോ വീഡിയോയിലേക്ക് അതിനെ കുറിച്ച് പഠിക്കാം. കാരണം നമുക്ക് ഇൻഡിജിനിയസ് പ്ലോ മുതൽ അങ്ങോളം ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം സെക്കൻഡറി ഇംപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ളത് കൾട്ടിവേറ്റേഴ്സ്, ഹാരോസ്, ഇതിൻ്റെ അകത്ത് തന്നെ
ഇഷ്ടംപോലെ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇനിയുള്ള വീഡിയോസിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഹാരോസ് ആയാലും കൾട്ടിവേറ്റേഴ്സ് ആയാലും അതൊക്കെ എന്താ ലൈറ്റർ ഇംപ്ലിമെൻറ്റ്സ് ആയിരിക്കും കമ്പയർഡ് ടു primary tilling implements. These will be lighter but it will be larger in size and it requires less time and energy compared to the primary tilling implements. പക്ഷേ നമ്മൾ പ്രൈമറി ടില്ലിങ് ഇംപ്ലിമെൻറ്റ്സ് ഒരു ജസ്റ്റ് ഒരു ബേസിക് ക്ലോഡ് ബ്രേക്കിംഗ് ഇൻസ്ട്രുമെൻ്റാണ്. ഒരു തവണ ചെയ്തങ്ങ് പോയാൽ മതി, അല്ലെങ്കിൽ മാക്സിമം ഒരു 2 തവണ. പക്ഷേ നമ്മളൊരു സെക്കൻഡറി ടില്ലിങ് ഇംപ്ലിമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാടത്ത് ഏത് രീതിയിലാണോ ആ പാടം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ ക്രോപ്പിനനുസരിച്ചിട്ട് ഒരു പൊട്ടറ്റോ ഫീൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പാഡി ഫീൽഡ് ആണെങ്കിൽ ഏത് രീതിയിലാണോ നമുക്ക് ആ മണ്ണ് തയ്യാറായി വരേണ്ടത് അത്ര തവണ നമ്മളത് ഉപയോഗിക്കേണ്ടി വരും. സോ ലെസ് ടൈം ആൻഡ് എനർജി എന്ന് പറയുന്നുണ്ടെങ്കിലും മോർ നമ്പർ ഓഫ് ടൈംസ് വി ഹാവ് ടു യൂസ്. ഇൻ ദാറ്റ് വേ ഇറ്റ് കൺസ്യൂം മോർ ടൈം ആൻഡ് എനർജി. ബട്ട് ഒരു സിംഗിൾ വേ അല്ലെങ്കിൽ സിംഗിൾ ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കമ്പയർഡ് ടു പ്രൈമറി ടില്ലിങ് ഇംപ്ലിമെൻറ്റ് ദിസ് വിൽ റിക്വയർ ലെസ് ടൈം ആൻഡ് എനർജി. സോ ദിസ് ഈസ് വാട്ട് ഐ ഹാവ് എ ഷോർട്ട് ബ്രീഫ് ഓഫ് വാട്ട് ഈസ് ടില്ലിങ്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ദിസ് വീഡിയോ. ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ പോകുന്നു അതിനനുസരിച്ച് ഈ കോഴ്സ് മുന്നോട്ട് പോകുള്ളൂ. പലരും ഈ കോഴ്സ് എങ്ങനെയാണ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഓരോരോ വീഡിയോസ് ഇൻക്രീസ് ചെയ്യുക ബേസ്ഡ് ഓൺ ദ സബ്സ്ക്രിപ്ഷൻ, ബേസ്ഡ് ഓൺ യുവർ നീഡ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ക്ലാസ് മുന്നോട്ട് പോവുകയുള്ളൂ. ഐ തിങ്ക് യു വുഡ് ലൈക്ക് ഇറ്റ്. താങ്ക് യു.